ആദ്യമായി സ്വാഗതം ചെയ്യും. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ നിങ്ങളിൽ നിന്നും ദൈവകൃപ ലഭ്യമാക്കുന്നതിനായി അടിയങ്ങൾ തിരുസന്നിധിയോട് അടുത്ത് വരുന്നു. സാക്ഷികളുടെ ഒരു സമൂഹമായി നിലനിൽക്കുവാനും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി വിലപ്പെടുത്തുവാനായിട്ട് ഒരു അവസരം കൂടെ ജീവിതത്തിൽ നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധന അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ മഹത്വം ആരാധനയിലൂടെ ദർശിക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിച്ച് അറിയുവാനായിട്ട് അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശമെമ്പാടുമായിരിക്കുന്ന ജനസമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി വിനയപ്പെടുത്തുവാനായിട്ട് അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകമെമ്പാടുമുള്ള ജനത ഈ നാളുകളിൽ കൊറോണ വൈറസ് ബാധിച്ച് ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ ശക്തീകരിക്കുന്നതായി തീരുവാനും ദൈവ സാന്നിധ്യം അവരുടെ ജീവിതങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായി തീരുവാനായിട്ട് അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്നത്തെ ആരാധന ദേശമെമ്പാടും ആയിരിക്കുന്ന ജനസമൂഹത്തിന് അനുഗ്രഹമായി തീരുവാനും അതുപോലെ തന്നെ ദൈവികമായ സാന്നിധ്യം ഓരോ വ്യക്തികളും അനുഭവിക്കുവാനായിട്ട് അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ പാടുന്ന പാട്ടുകൾക്കായിട്ട് ഇന്ന് ചിന്തിക്കുന്ന ധ്യാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവ കൃപ ഓരോതിൻ്റെ മേലും അവിടെ നിന്ന് പകരപ്പെടണമേ. അനുഗ്രഹപ്രദമായ ആരാധന നിർവഹിച്ച് ദൈവികമായ മഹത്വം ദർശിപ്പാൻ അവിടെ നിന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധനയുടെ ആദ്യോടൊന്നത്തിരി കൃപ പകരണം. യേശു മുഖാന്തരം പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ, ആമേൻ. ദൈവത്തിനും സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 96-ാമത്തെ ഗീതം നമുക്ക് ആരംഭിക്കാം. ഗീതം 96.
ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം തമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവയിഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് ക്ഷമിച്ച് സകലനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്ക് ചേർന്ന് ചൊല്ലാം, നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു, അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവിന്റെ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ നമുക്ക് ഏറ്റുപറയാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും നമുക്ക് ഈ സമയം ഉണരാം. അനുതാപ ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും നമുക്ക് ഏറ്റുപറയാം. വാക്കിലും പ്രവൃത്തിയിലും അറിഞ്ഞും അറിയാതെയും നാം എത്രയോ പാപം ദൈവനാമത്തിന് വിരോധമായി ചെയ്തു പോയി. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലപ്പോഴും ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ഒഴുകി ദൈവരാജ്യ മൂല്യങ്ങളെ അലക്ഷ്യമാക്കി സമീപിച്ചു പോയ കുറവുകളെ നമുക്ക് ഉണരാം. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് തിരുവഴി നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതാനുഭവങ്ങളിൽ ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ. അറിഞ്ഞും അറിയാതെയും എത്രയോ പാപങ്ങൾ ദൈവത്തിനെതിരായിട്ട് ചെയ്തു പോയി. അങ്ങനോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിനെതിരെ അനുതാപഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാമത് പുറത്തിലുള്ള അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9-ാമത് പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴിയിൽ നിന്ന് തെറ്റി ചിന്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളുടെ കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നു കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളുടെ കർത്താവായ യേശു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മൾ പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയവും അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും നമ്മെ തന്നെ സമർപ്പിക്കാം. ജീവിതത്തിൽ എത്രയോ നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവകൃപയോടെ ജീവിക്കുവാനായിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ സഹായിച്ചു. ശ്രേഷ്ഠകരമായ ജീവിതാനുഭവങ്ങളും പാപത്തിൽ നിന്നുള്ള ഒരു വിടുതലും ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ
ദൈവം എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. രോഗങ്ങളും ഭാരങ്ങളും പലപ്പോഴും ജനങ്ങളെ തകർക്കുമ്പോഴും ദൈവം നമ്മെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഈ ഭൂമിയിൽ നിലനിർത്തുന്ന കൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തെ സ്തോത്രം ചെയ്യേണ്ടതിൻ്റെ ആവശ്യയുടെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരാധനക്രമം 14 പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ആരാധനക്രമം 14 സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യതാശരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങനെയുള്ള സകല കർത്തകൾക്കായും മാതൃതയ്ക്കായും ഞങ്ങൾ അങ്ങക്ക് മഹാബലിയും മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത് അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങേ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അവരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. അപ്പം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് 15-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവനും ഒരു നാളും കുടുങ്ങിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതിന് ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസും തോമസും ഗലീലയിലുള്ള കാനാനിലെ നദനയിലും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടൽ കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിയില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചു കൊടുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും
നീ ആർ എന്ന് അവനോട് ചോദിക്കാൻ തുടങ്ങിയില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഈ വായിച്ചു വിട്ട വേദഭാഗങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 28-ാം പുറത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ നമുക്ക് എത്തിച്ചെല്ലാം. ആരാധനക്രമം 22-ാമത് പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയാതെ സ്ഥാപിക്കപ്പെട്ടു, ജനിച്ചു, പെന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠ്യപുസ്തകത്തിലെ 196-ാമത്തെ ഗീതം ആലപിക്കാം. ഗീതം 196. So
അനുഗ്രഹപ്രദമായ ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കും. ഈ ദിനവും പ്രഭാതം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ, ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം വലിയൊരു ഭാഗ്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലോകമെമ്പാടും നാം ഒന്ന് ചിന്തിക്കുമ്പോൾ ഈ ഓരോ നാളും കഴിയുന്തോറും മരണസംഖ്യ അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിനവും 1000-ലധികം, ഏകദേശം 1000-1500 പേരാണ് ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും വളരെ ഭയഭക്തിയോടെ ജീവിക്കുവാനും, പ്രത്യേകിച്ച് ലോക രാജ്യങ്ങൾക്കായിട്ട്, അതുപോലെ തന്നെ ക്ലേശകരമായ അനുഭവത്തിലായിരിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ഈ സമയം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെയാണ് ദൈവം നമ്മെ ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പലപ്പോഴും നാം ചിന്തിക്കുന്നതിന് അധികമായിട്ടുള്ള ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളുമാണ് നമ്മുടെ കുടുംബങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ദിവസം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ദക്ഷിണേന്ത്യ സഭ നൽകിയിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ ആദ്യ ദേഹത്തിലേക്കുള്ള ക്ഷണം എന്നുള്ളതാണ്. ഇൻവിറ്റേഷൻ ടു ക്രൈസ്റ്റ് ഹോസ്പിറ്റാലിറ്റി. അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗമാണ് ഇന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ചിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഉയിർപ്പിന് ശേഷം വരുന്ന 2ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ഉയിർപ്പിന് ശേഷം കർത്താവ് വിവിധ സ്ഥാനങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലും തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ പ്രത്യക്ഷത യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മാളികമുറിയിൽ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ അവിടെ തോമസ് ഒഴികെയുള്ള ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. 2ാമത്തെ പ്രത്യക്ഷത തോമസും ഉൾപ്പെടുന്ന ശിഷ്യഗണം ഒരുമിച്ച് മുറികളിലായിരിക്കുമ്പോഴും കർത്താവ് അവരുടെ മധ്യ പ്രത്യക്ഷനാവുകയാണ്. 3ാമതായിട്ട് കർത്താവ് പ്രത്യക്ഷനാവുന്ന ഭാഗമാണ് ഇന്ന് നാം വേദഭാഗമായി വായിച്ച് കേട്ടത്. കർത്താവിൻ്റെ 3ാമത്തെ പ്രത്യക്ഷത എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. തിബിരിയാസ് കടൽക്കരയിൽ വെച്ചാണ് കർത്താവ് തന്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നത്. നമുക്കറിയാം, ഓരോ പ്രത്യക്ഷതയും ശിഷ്യഗണത്തെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു. യേശുക്രിസ്തു തങ്ങളോടൊപ്പം വസിച്ച നാളിനെക്കാളും ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു അവർക്ക് ലഭ്യമായത്. അന്ന് കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പലപ്പോഴും കർത്താവിനെ അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപക്ഷെ ശിഷ്യഗണങ്ങൾ അവരുടെ ജീവിതത്തിൽ ചിന്തിച്ചു, ഇനി ജീവിതം തന്നെ അവർക്ക് ശൂന്യതയുടെ അനുഭവങ്ങളാണ് നൽകുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അനുഭവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവരുടേതായ ജോലികളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കർത്താവിന്റെ പ്രത്യക്ഷത അവരെ പ്രത്യാശയോടെ നിലനിൽക്കുവാനായിട്ട് അവരെ ഇടയാക്കിയത്. 3ാമത്തെ പ്രത്യക്ഷതയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ യേശുവും തന്റെ ശിഷ്യഗണങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയുടെ അനുഭവമാണ്. അതുമാത്രമല്ല, ഈ കൂടിക്കാഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നും അകന്നുപോയ ശിഷ്യഗണത്തെ കർത്താവിന്റെ ആതിഥേയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ പലപ്പോഴും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെ ഉപേക്ഷിക്കാത്ത ശിഷ്യഗണത്തെ നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു പലപ്പോഴും അവരോട് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാനായിട്ട് പലപ്പോഴും ക്രിസ്തു അവരോട് ആഹ്വാനം ചെയ്യുമ്പോഴും പലപ്പോഴും അവർ അതിനുള്ള മനസ്സ് കാണിക്കാതെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതും നാം മനസ്സിലാക്കുകയാണ്. ഇവിടെയും അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ്, ജീവിത അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും നമ്മുടെ ചുറ്റുപാട് നമുക്കറിയാം. നമുക്കും പലപ്പോഴും നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തു അല്ലെങ്കിൽ വചനം പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാതെ പലതും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതും അതുപോലെ തന്നെ പാപമംഗലമായ രീതിയിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ മധ്യയാണ് നിങ്ങളും ഞാനും അവിടെ ആയിരിക്കുന്നത്.
അത്തരത്തിലുള്ള ഒരു ജീവിത അനുഭവങ്ങളിലായിരിക്കുമ്പോഴും ഇവിടെ കർത്താവ് പറയുന്നത് ഉപേക്ഷിക്കണമെന്ന് അവരെ ആഹ്വാനം ചെയ്യുകയാണ്. അതുമാത്രമല്ല, കർത്താവിനോടൊപ്പമുള്ള വിരുന്ന് അവർക്ക് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. പരസ്പരം അനുരഞ്ജനത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ബാഹ്യ പ്രകടനമായിരുന്നു അത്. അതുമാത്രമല്ല, പലപ്പോഴും അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ഇന്ന് ഒരു ആചാരമായിട്ട് മാത്രം നിലനിൽക്കുമ്പോഴും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇതൊരു ആചാരമായിട്ടല്ല, ക്രിസ്തുവിലൂടെ തന്റെ ശിഷ്യഗണത്തിന് ലഭ്യമാകുന്ന അതിഥി സൽക്കാരം എന്നുള്ളത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രകടിത ഭാവമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം തുടങ്ങി അവിടെ വായിക്കുമ്പോൾ, മനുഷ്യൻ ജീവിച്ച കാലത്തോളം അല്ലെങ്കിൽ മനുഷ്യന്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ അവിടെ പല തരത്തിലുള്ള ആതിഥേയം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ ഒരു സമൂഹമായിരുന്നു. സ്ഥിരമായ ഒരു വാസസ്ഥലം പോലും അവർക്കില്ലായിരുന്നു. എവിടെയെല്ലാം അവർ പോകുന്നുവോ അവിടെയെല്ലാം അവർ അവരുടെ ജീവിത ശൈലിയിൽ പുലർത്തിയുന്ന ആതിഥേയ മനോഭാവവും അതിഥി സൽക്കാരവും മറന്നില്ല എന്നുള്ളതാണ്. ആതിഥേയത്വവും അതിഥി സൽക്കാരവും അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു. എവിടെയെല്ലാം അവർ കടന്നു പോകുന്നു അവിടെയെല്ലാം അതിഥി സൽക്കാരവും ആതിഥേയത്വവും അവർ പരിപാലിച്ചു, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം തന്റെ മുമ്പിൽ വന്ന അതിഥികളെ വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. പ്രായത്തിൽ പോലും മറന്ന് അതിഥികളെ എതിരേൽക്കുകയും അവർക്ക് ആവശ്യമായി നൽകുന്നതും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, അതിഥികൾക്ക് മേത്തരമായ ഭക്ഷണം അവിടെ അബ്രഹാം ഒരുക്കി നൽകുകയാണ്. ഇന്നത്തെ അതിഥികളെ സ്വീകരിക്കുന്നത് പലപ്പോഴും അവരിൽ നിന്നും പലതും നേടുവാനായിട്ടുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. നാം പലരും അത് ചെയ്യുന്നത്. ഒരു പക്ഷേ അവരെന്തെങ്കിലും ചെയ്തു കൊടുത്താൽ എന്തെങ്കിലും നമുക്ക് ഭാവിയിൽ പ്രയോജനമുണ്ടാകുമോ എന്ന് കരുതി ചെയ്യുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുഭവമല്ല അബ്രഹാമിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാമിന്റെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ അതിഥികളെയും അബ്രഹാം ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അതിഥി സൽക്കാരം അവിടെ നിർവഹിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുകയാണ്. അബ്രഹാം തന്നെ ഒരു മാതൃകയുടെ ഒരു അനുഭവമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും കാണുവാനായിട്ട് കഴിയുന്നത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത് എന്നുള്ളതാണ്. ഭാരതീയ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിഥി സൽക്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാനും എൻ്റെ മിഷൻ ഫീൽഡിലുള്ള യാത്രയിൽ കടന്നു പോകുമ്പോൾ അതിഥി സൽക്കാരം എന്നത് തീർച്ചയായിട്ടും അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു പക്ഷേ ആരെ കണ്ടാലും അതിഥിയായിട്ട് സ്വീകരിക്കുന്ന ഒരു മനോഭാവം അവിടുത്തെ സാധാരണക്കാരിൽ ഉണ്ടായിരുന്നു. ജനം വളരെ സന്തോഷത്തോടെയാണ് ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ച് മിഷണറിമാരായിരിക്കുന്ന ഓരോ വ്യക്തികളെയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രവണത, ഒരു ജീവിത ശൈലി അവർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ നാളുകളിൽ കാണുവാനായിട്ട് കഴിഞ്ഞത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവർക്ക് ഉള്ളതിൽ നിന്നും അതിഥികൾക്ക് നൽകി ആതിഥേയത്വ മനോഭാവം അവർ നിർവഹിക്കുന്നതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇന്നാണ് നമുക്ക് അറിയാം, അതിഥി തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. അവർ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് താമസിക്കുമ്പോൾ പുറത്തിറങ്ങാതെ റൂമുകളിലായിരിക്കുമ്പോഴും അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് അവരെയും സ്വീകരിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളും നൽകി അവരെയും പരിപോഷിക്കുന്നതും ഈ നാളുകളിൽ നാം കാണുകയാണ്. ഒരു പക്ഷേ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുക എന്നത് ഒരു കടമ കൂടിയാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. യോബ് എഴുതിയ പുസ്തകം 31-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ഒരു ഭക്തിയുടെ പാഠമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സഹായം ആവശ്യമുള്ളവർക്ക് സഹായം നൽകുവാനായിട്ട് നമുക്കാകണം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കരുതി, അതുമാത്രമല്ല മറ്റുള്ളവരെ ബഹുമാനിക്കുവാനായിട്ട് അവന്റെ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേരിൽ അർഹനായിത്തീരുന്നു എന്നാണ് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ 3-ാമത്തെ പ്രത്യക്ഷതയിലും തന്നെ വേദനിപ്പിക്കുകയും തള്ളിപ്പറഞ്ഞവരെയും
ശിഷ്യന്മാരായി ചേർത്തുകൊള്ളുവാനായിട്ട് ക്രിസ്തുവിന് കഴിഞ്ഞു എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ശിഷ്യന്മാരെ അന്വേഷിച്ച് അവരെ ചേർത്തുകൊള്ളുന്ന, അവർക്ക് വിരുന്നൊരുക്കുന്ന ആതിഥേയത്വമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ പല പരാജയങ്ങളുണ്ടാവുന്നു. യേശുവിനെ വിട്ടകന്നവർക്ക് ജീവിതം തന്നെ നഷ്ടമായി എന്ന് ചിന്തിച്ചുവെങ്കിലും യേശു അവരിൽ കണ്ടത് അനന്തമായ സാധ്യതകളാണ്. ഒരുപക്ഷെ ക്രിസ്തുവിനെ അവരെ തള്ളിക്കളയാമായിരുന്നു. അടുത്ത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ തനിക്ക് സഹായകനായിട്ട് അവരെ തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു. എങ്കിലും യേശുക്രിസ്തുവിനോട് കൂടെ ജീവിച്ച, യേശുക്രിസ്തുവിനോട് കൂടെ ശുശ്രൂഷയുടെ ഭാഗത്തായിത്തീരുന്ന തന്റെ ശിഷ്യന്മാരെ തള്ളിക്കളയാതെ വീണ്ടും അവരെ സ്നേഹിക്കുന്നതും നാം അവിടെ മനസ്സിലാക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം 15 വാക്യത്തിലും അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായിക്കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടത് എല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്നേഹിതന്മാർ എന്ന് സംബോധന ചെയ്യുന്ന ക്രിസ്തുവിനെയാണ്. വളരെ അവരെ ത്യജിച്ചു കളയാതെ അവരെ തേടിയെത്തുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ ആതിഥേയത്വം. ശിഷ്യന്മാർ എന്നതിന് ഉപരിയായിട്ട് തന്റെ സ്നേഹിതന്മാർ എന്ന് കാണുവാനായിട്ട് ക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥത്തിൽ അവൻ സഹോദരനായിത്തീരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യഥാർത്ഥ ഒരു സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ ആപത്തിൽ നമ്മോട് കൂടെ ഇരിക്കുന്നവനെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിത മേഖലകളിലും നമ്മുടെ പ്രവർത്തന തലങ്ങളിലും നമുക്ക് ഒത്തിരി സ്നേഹിതന്മാരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ നമുക്ക് കാണുവാനായിട്ട്, നമ്മുടെ കൂടെ ഉള്ളവരെ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ആപത്തിൽ ഏറ്റവും അടുത്തിരിക്കുകയും ആപത്തിൽ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിലും ഒരുപക്ഷെ ശിഷ്യന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹം നിലനിന്നിരുന്ന് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു അവരെ വീണ്ടും സ്നേഹിക്കുവാനായിട്ട് കഴിയുകയാണ്. 21 അധ്യായം അതിന്റെ 12 വാക്യത്തിലും കാണുന്നത്, യേശു അവരോട് വന്ന് പ്രാണൻ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. സ്നേഹത്തിന്റെ അനന്തമായ സാധ്യതകളെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നത് ഏറ്റവും വലിയ സ്നേഹമാണ്. ആരെയും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ്. ആരെയും തള്ളിക്കളയാത്ത ഒരു സ്നേഹമാണ്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന് അവിടെ അളവുകളില്ല. എല്ലാ വ്യവസ്ഥകൾക്കും അപ്പുറമാണ് കർത്താവിന്റെ സ്നേഹം എന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ. യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നത് ക്രൂശിൽ മാത്രമല്ല, തിബരിയാസ് കടൽക്കരയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയായിരുന്നു പങ്കിടുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ കരകളിൽ ഇല്ലാത്തത് ഉള്ളതിൽ നിന്നും നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ സ്നേഹമാണ് നാം അവിടെ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ ഒരു മിഷൻ ഫീൽഡിലായിരിക്കുമ്പോൾ ഒരു മാതാവ് എപ്പോഴും നമുക്ക് അവരുടെ ഉള്ളതിൽ നിന്നും പല ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കി നമുക്ക് പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം ഞാൻ ഒരുപക്ഷെ ഈ നാളുകളിൽ ലോകത്തിലില്ല എങ്കിലും അത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും ഉള്ളത് കൊണ്ട് മറ്റുള്ളവരെ പോഷിപ്പിക്കുവാനായിട്ട്, സൽക്കരിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അകന്ന ബന്ധത്തിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടുന്ന ആന്തരികമായ ഒരു അനുഭവമായിരുന്നു അത്. കർത്താവ് അവസാനമായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും മാർഗദർശനമായിരുന്നു കർത്താവിന്റെ ശിഷ്യഗണങ്ങൾ. ലോകമെമ്പാടും അവർ സുവിശേഷമായിട്ട് കടന്നു ചെന്നു, സുവിശേഷം പ്രസംഗിച്ചു, കർത്താവിനെ സാക്ഷീകരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 53 54 വാക്യത്തിലും അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവരെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്നുള്ളതാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, യേശു അവസാനമായിട്ട് അവർക്ക് നൽകിയ ഭക്ഷണം എന്നത് യേശുക്രിസ്തുവിന്റെ സ്വന്തം ശരീരമാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. മീനാകട്ടെ ആദിമസഭയിൽ യേശുവിനെ കൊടുക്കുന്ന പ്രതീകമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 അധ്യായത്തിലും അവിടെ നമുക്ക് യേശുക്രിസ്തു 4ാമതായി ചെയ്ത ഒരു അത്ഭുതത്തെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ 5
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെയുള്ള ആത്മീയതയുടെ അനുഭവമാണ്. ആത്മീയമായിട്ട് നമുക്കിതിനെ ചിന്തിച്ചാൽ തന്നെ താൻ നൽകുന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. യേശുവിനെ തന്റെ ശിഷ്യനെ ഗണങ്ങൾ പ്രാതൽ കഴിച്ചു തൃപ്തരായി. അതുമാത്രമല്ല, ഈ ശിഷ്യഗണങ്ങൾ ശക്തി പ്രാപിച്ചു തന്നെ ഭക്ഷണമായി അകന്നുപോയ ശിഷ്യർക്ക് കൊടുത്തു അവർക്ക് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ക്രിസ്തു നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രാതൽ കഴിച്ചുകൊണ്ട്, ദൈവത്തിന്റെ വചനമാകുന്ന ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ടും ഇത് പോഷിച്ചുകൊണ്ടും നിലനിൽക്കുവാനായിട്ട് ഇവിടെ കർത്താവ് പറയുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാനായിട്ട് വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പലപ്പോഴും ക്രിസ്തുവിൽ നിന്നും അകന്നുപോയ അനുഭവങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നുപോയ അനുഭവങ്ങളും ജീവിത അനുഭവങ്ങളും നമുക്ക് പറയുവാനായിട്ട് കഴിയും. അവിടെയെല്ലാം ക്രിസ്തു നമ്മെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാനായിട്ട് വല്ലതുമുണ്ടോ എന്നുള്ള അനുഭവമാണ്. തീർച്ചയായിട്ടും ദൈവത്തെ അനുഭവങ്ങളിലൂടെ നടക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന ശിക്ഷയിലും പരിരക്ഷയിലും ജീവിക്കുവാനായിട്ട് നമുക്കാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ക്രിസ്തു നൽകുന്ന ഈ പ്രാതൽ കഴിക്കുവാനും അപ്രകാരം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്ന ആഹാരം കഴിച്ചുകൊണ്ട് ജീവിതത്തിൽ ആത്മീയതയുടെ അനുഭവങ്ങളിലൂടെ ഉയരുവാനും പങ്കിടുവാനായിട്ട് നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ്. അപ്രകാരം നമുക്ക് ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഈ ദിനം കൂടെ ദൈവസേനയിൽ ഒരുമിച്ച് കൂടിയിരുവാനും ദൈവസേനയെ നമ്മൾ തന്നെ വിലപ്പെടുത്തുവാനും പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലൂടെ ആയിരിക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും ലോക ജനതയ്ക്കായി പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നുപോയ ശിഷ്യഗണത്തെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് ആതിഥേയത്വം അനുഭവിക്കുകയും അവർക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും പ്രത്യക്ഷമായിക്കൊണ്ട് പങ്കുവച്ച അനുഭവങ്ങളും നാം മനസ്സിലാക്കി. അതിലുള്ള ചില അനുഭവങ്ങളും നമുക്കുണ്ടാകുവാനും ആതിഥ്യമരുളുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്ക് നാം പങ്കുചേരുവാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കൊറോണ വൈറസ് ബാധിച്ച് ഹോസ്പിറ്റലുകളിലും പല സ്ഥാനങ്ങളിലുമായി പ്രിയപ്പെട്ട നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ പരിപാലിച്ചു കൊള്ളുവാനും ദൈവം അവരെ സംരക്ഷിച്ചു കൊള്ളുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും അവരെ ശക്തിയിരിക്കുന്നതായി തീരുവാൻ അവരുടെ ജീവിതത്തിലെ രോഗ അവസ്ഥയിൽ നിന്ന് സമ്പൂർണ്ണമായ ഒരു വിടുതൽ ലഭ്യമാകുക ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനായും നഴ്സസിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രോഗം വളർന്നു പിടിക്കാതിരിക്കുവാനും മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൊറോണ വൈറസ് നമ്മുടെ ദേശത്ത് നിന്ന് നശിച്ചു പോകുവാനും ഇത് ഉന്മൂലനം ചെയ്യുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും ഓരോ പ്രിയപ്പെട്ടവരിൽ ആശ്വാസത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും അനുഭവം ക്രിസ്തുവിലൂടെ ലഭ്യമാക്കുക ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എത്രയോ മക്കൾ ഈ സമയം ഹോസ്പിറ്റലുകളിലെ ജീവനെ നിലനിർത്തുവാനായിട്ട് മരണത്തോട് മല്ലിടുമ്പോഴും അവരുടെ ജീവനെ നിലനിർത്തുവാനും പ്രത്യേകിച്ച് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് നൽകുവാനും അതിലൂടെ സമ്പൂർണ്ണമായ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇതിൻ്റെ ദിവസം മറ്റു വിധങ്ങളായ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സൗഖ്യം നൽകുവാനും ദൈവം അവരെ ബലപ്പെടുത്തുവാനും ദൈവം അവരെയും അവരുടെ ക്ലേശകരമായ അനുഭവത്തിൽ നിന്നും വിടുവിച്ചുകൊള്ളുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ സഹിതമായ ക്ഷീണാവസ്ഥയിലെ നാളുകളിൽ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട നമുക്കൊക്കെ പ്രാർത്ഥിക്കാം.
ദൈവം സമ്പൂർണ്ണമായ സൗഖ്യം നൽകുവാനായിട്ട്, ദൈവം അവരെ കരം പിടിച്ച് നടത്തുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ പെട്ടെന്നുണ്ടായ വീഴ്ചകൾ, ബൈക്ക് ആക്സിഡന്റിൽ നിന്നൊക്കെ ഈ നാളുകളിൽ ഭവനത്തിലായിരിക്കുന്ന പ്രിയ സഹോദരൻ നമുക്ക് ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം കഴിഞ്ഞ നാളിൽ വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് ദൈവത്തിൻ്റെ കൃപ പകർന്ന് നാളുകളിൽ ഭവനത്തിലായിരിക്കുമ്പോൾ ആ ശരീരഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മുറിവുകളിൽ നിന്നും സമ്പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊരു വിധങ്ങളായ ക്ഷീണാവസ്ഥയിലും ഭാരത്തിലും പ്രയാസത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ഈ സമൂഹത്തിൽ പ്രാർത്ഥിക്കും. ദൈവം അവരെ ശക്തീകരിക്കുവാനും ബലപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദേശത്തിലെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിലായിരിക്കുമ്പോഴും മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും വരാതിരിക്കുവാൻ, കുടുംബങ്ങളിൽ അസമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കുവാൻ ദൈവം ഓരോ പ്രിയമക്കളെയും കരുതിക്കൊള്ളുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട്, സഭയുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവം അവരെ പരിപാലിച്ചുകൊള്ളുവാനും അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ആവശ്യങ്ങൾ മധ്യയായിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നാളുകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ലഭ്യമാക്കുവാൻ ദൈവം പല വഴികളിലൂടെ അവരെയും ഒരുക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ സഭയുടെ ശുശ്രൂഷകൾക്കായും സഭയുടെ കമ്മിറ്റി അംഗങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ നിർവഹിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അനേകർക്കും അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ഡിസ്റ്റായി മഹായിടവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധ കൃപ പകരപ്പെടുവാനും അനുഗ്രഹപ്രദമായ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് ദൈവം ഇടയാക്കണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മിഷൻ ഫീൽഡിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ പകരപ്പെടുവാനും ദൈവസ്നേഹം അവർക്ക് ലഭ്യമാക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങൾക്കായി, അതുപോലെ തന്നെ ലോക സമാധാനത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബോർഡറിലായിരിക്കുന്ന സുരക്ഷാ ഭടന്മാർക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാം സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗശയ്യയിലെനിക്കു സഹായകനുണ്ടാകാലീതവുമാവൻ, രോഗശയ്യയിലെനിക്കു സഹായകനുണ്ടാകാലീതവുമാവൻ, നല്ല വൈദ്യനും ദിവ്യഔഷധവുമൻ ആത്മസഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യഔഷധവുമൻ ആത്മസഖിയുമാവൻ തന്നെ. യേശുമാതാവൻ, 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 എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശുമാതാവൻ, 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 എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെടുകയും ഈ സ്വർഗ്ഗസ്ഥനാണ്. അനന്തരം ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം തിരുവാസനത്തിൽ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുമിച്ച് ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അവർ നിരയാത്തിരിക്കുന്നല്ലോ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഈ സമൂഹത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളുകളിൽ കൊറോണ വൈറസ് ബാധിച്ച് രോഗങ്ങളാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാ പ്രിയങ്ങളുടെ പേര് അവിടുത്തെ കരസ്പർശനം ഉണ്ടാക്കുവാനും സമ്പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവർ നിരയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ പലപ്പോഴും ശാരീരികമായിട്ട് തളർത്തുന്നുവെങ്കിലും ദൈവകൃപയെ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥയിൽ നിന്നും ഞങ്ങൾ വിടുവിക്കുവാനായിട്ട് അവിടുത്തെ കാരുണ്യവും കൃപയും ഞങ്ങൾക്ക് മതിയ നിർത്തിവീട്ടിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അപ്രകാരം അവിടുത്തെ സൗഖ്യത്തിന്റെ കരസ്പർശനം ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുന്ന് പകരം
ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് തിരിച്ചു വരുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷിയായി നിലനിൽപ്പാനും ഓരോ പ്രിയമക്കളെയും അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് താവെ ഒരു ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനായും നേഴ്സസിനായും പ്രാർത്ഥിക്കുന്ന താവെ അവരുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വൈറസുകൾ ബാധിക്കാതിരിക്കുവാൻ അവിടുന്ന് പരിപാലിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്ന താവെ ഈ വൈറസ് കർത്താവെ ദേശത്ത് നിന്ന് നശിച്ചു പോകുവാനായിട്ട് കർത്താവെ വൈറസ് മറ്റുള്ള ശരീരങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവെ ഈ നാളുകളിൽ കർത്താവിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആതുരാമേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന താവെ ദൈവത്തിന്റെ കൃപ അവരുടെ മേലെ പകർന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന താവെ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രിയമക്കളും അതനുസരിക്കുവാനും കർത്താവെ അതനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും അതിലൂടെ കർത്താവെ മനോഹരമായ ഒരു ജീവിത അനുഭവം ഉണ്ടാകുവാനും അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ മറ്റുള്ള രോഗാവസ്ഥയിൽ നാടുകളിലും ഹോസ്പിറ്റലിലും ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യസഹിതമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അവരെ ശക്തീകരിക്കണമെന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ പകരപ്പെടണമേ. അതുപോലെ ഭാവയെ പെട്ടെന്നുണ്ടായ വാഹനത്തിന് വീണ് ഈ നാളുകളിൽ ഭാവയെ ബസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ പകരണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ സൗഖ്യം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭാവ ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കായും പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെ കമ്മിറ്റികൾക്കായും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അവിടെ അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മഹാഡോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മഹാഡോയ്ക്ക് നേതൃത്വം നൽകുന്ന ബിഷപ്പ് തിരുമേനിക്കായി, ബിഷപ്പമ്മയ്ക്കായി, ഔദ്യോഗിക ഭാരവാഹികൾക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവരുടെ മേലെ അവർ പകർന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തിരുക്കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇന്ന് വഴി നടത്തണം. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമെന്ന പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധിപ്പെടണം, തിരുരാജ്യം വരണമേ, തിരുഷ്ട പോലെ ഭൂമിയിലാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങളെ നിങ്ങൾ ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷകർത്തായ സകല ദുഷ്ടങ്ങളും ഉപയോഗിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് എനിക്കുള്ളതല്ലോ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റിന് ക്രിസ്ത്യ ആരാധനയുള്ള പാട്ടോസിന് 464 ഗീതം ആയിരിക്കാം. 464.
ഞങ്ങൾ അർപ്പിച്ച ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച ഓരോ ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ഹേതുവാകുവാൻ അവിടുന്ന് കൃപ നൽകണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും രൂപാന്തരത്തിന് അനുഭവം ഉണ്ടാകുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിലേക്ക് പുറപ്പെട്ട് പോയി ഈ ലോകത്തിൽ വസിക്കുമ്പോൾ എല്ലാ പ്രദേശത്തിലും ധർമ്മം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ആവശ്യമായ പ്രാർത്ഥനയും ദൈവകൃപയും ഓരോ പ്രയോഗങ്ങൾക്കും അവിടുന്ന് ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോ പ്രിയമക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. യേശു മുഖാന്തരം പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകും. ധൈര്യപ്പെടുകയും തീയതിനെ അവർക്ക് നല്ലതിനെ മുഖപ്പെടുത്തും. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എല്ലായ്പ്പോഴും നന്മ ചെയ്യും. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. വിലക്കിനെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിക്കും. എല്ലാവരെയും ബഹുമാനിക്കും. പരിശുദ്ധാത്മശക്തിയെ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. പിതാപുത്ര പരിശുദ്ധാത്മാവാം പ്രിയ ദൈവത്തിന് അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen.